മറ്റൊരു വാർത്ത വരുന്നത് ഇറാനെതിരായ യുദ്ധത്തിൽ നിർണായക ഇടപെടലുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവുമായി ഫോണിൽ ബന്ധപ്പെട്ടു. സ്ഥിതിഗതികൾ നിരീക്ഷിക്കുന്നതായും മോദി പറഞ്ഞു. ആവശ്യമെങ്കിൽ മേഖലയിലെ ശാന്തിക്ക് വേണ്ടി ഇടപെടൽ നടത്തുമെന്നും പ്രധാനമന്ത്രി അറിയിച്ചു. ഡൽഹിയിൽ നിന്നും വിഷ്ണു പ്രസാദ് ചേർന്നുണ്ട് വിവരങ്ങളുമായി. വിഷ്ണു, എപ്പോഴും സമാധാനത്തിന്റെ പക്ഷമാണ്, മാനുഷികമായ രീതിയിലുള്ള ഇടപെടലാണ് ഇന്ത്യ എപ്പോഴും നടത്തുന്നത്. ഇപ്പോൾ ഒരു ഇടപെടൽ പ്രധാനമന്ത്രിയുടെ ഭാഗത്തു നിന്ന് വരുന്നത് ഇസ്രായേലി ബെഞ്ചമിൻ നെതന്യാഹുവുമായി സംസാരിച്ചു. അദ്ദേഹം സ്ഥിതിഗതികൾ നിരീക്ഷിക്കുകയാണ്. നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ എങ്ങനെയാണ്? ഇന്ത്യയുടെ ഇടപെടൽ ഏതെങ്കിലും രീതിയിൽ ഉണ്ടാകുമോ? വിവരങ്ങൾ. സന്ധ്യ, തീർച്ചയായും ഇന്ത്യയുടെ പ്രഖ്യാപിത നിലപാട് സമാധാനത്തിന് വേണ്ടി നിലകൊള്ളുക എന്നത് തന്നെയാണ്. ആ നിലപാട് ഉയർത്തിപ്പിടിക്കുന്ന ഒരു പ്രതികരണമാണ് ഇപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഭാഗത്തു നിന്നുണ്ടായത്. എന്തായാലും അദ്ദേഹം ഇപ്പോൾ നിലവിലെ ഒരു സാഹചര്യങ്ങളെല്ലാം വിലയിരുത്തി വരുന്നതായി തന്നെയാണ് ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത്. ഇത് കൂടാതെ ഇപ്പോൾ ബെഞ്ചമിൻ നെതന്യാഹുവുമായി ഫോണിൽ ബന്ധപ്പെട്ടതായി പ്രധാനമന്ത്രി തന്നെ എക്സിലെ പോസ്റ്റിലൂടെ വെളിപ്പെടുത്തിയിട്ടുണ്ട്. സ്ഥിതിഗതികൾ നിരീക്ഷിച്ചു വരികയാണ്. മേഖലയിലെ ശാന്തിക്ക് ആവശ്യമെങ്കിൽ സാധ്യമായ ഇടപെടലുകൾ നടത്തും. ജനങ്ങളുടെ സുരക്ഷയാണ് പരമപ്രധാനമെന്നും പ്രധാനമന്ത്രി പറയുകയും ചെയ്തു. നേരത്തെ ഇസ്രായേൽ എംബസി തന്നെ വ്യക്തമാക്കിയത് വിവിധ രാജ്യങ്ങളിലെ അധികൃതരുമായി ബന്ധപ്പെട്ട് വരികയാണ്, വിവിധ രാജ്യങ്ങളുടെ പിന്തുണ തേടിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ്. ഇതിന്റെ ഭാഗമായി തന്നെ ഇന്ത്യയുമായും ഇസ്രായേൽ നിരന്തരം ബന്ധപ്പെട്ടിരുന്നു. ഇതിലൊരു ബാക്കി പത്രം എന്ന നിലയിൽ തന്നെയാണ് പ്രധാനമന്ത്രിയുടെ ഇപ്പോഴത്തെ ഇടപെടൽ വന്നിട്ടുള്ളത്. ഇത് കൂടാതെ പ്രധാനമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം വിവിധ എംബസികളും കാര്യമായ ചർച്ചകൾ തുടരുന്നുണ്ട്. ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്ന വിവരം അനുസരിച്ച് ജിദ്ദയിലെ ഇന്ത്യൻ എംബസി അവിടുത്തെ പ്രതിനിധികളുമായി കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യയിലെ പ്രതിനിധികൾ, ജിദ്ദയിലുള്ള ഇന്ത്യക്കാരുടെ പ്രതിനിധികളുമായി കൂടിക്കാഴ്ച നടത്തി. കോൺസുലേറ്റ് ജനറൽ ആവശ്യമായ എല്ലാ സഹായവും നൽകുമെന്ന് അറിയിച്ചിട്ടുണ്ട്. എന്തായാലും എല്ലാ തരത്തിലുമുള്ള ഇടപെടലുകൾ വിവിധ എംബസികൾ നടത്തി വരികയാണ്. ഈ സുപ്രധാനമായ നീക്കങ്ങളെല്ലാം തന്നെ ആരംഭിച്ചത് ഇന്നലെ ചേർന്നിട്ടുണ്ടായിരുന്ന ക്യാബിനറ്റ് കമ്മിറ്റി ഓൺ സെക്യൂരിറ്റി യോഗത്തിന് ശേഷമാണ്. ഇന്നലെ അർദ്ധരാത്രിയോട് കൂടിയാണ് യോഗം പൂർത്തിയായി മന്ത്രിമാരുൾപ്പെടെ മടങ്ങിയത്. പ്രധാനമന്ത്രിയുടെ വസതിയിൽ വെച്ച് നടന്ന യോഗത്തിൽ പ്രതിരോധ മന്ത്രിയും ആഭ്യന്തരമന്ത്രിയും ഉൾപ്പെടെയുള്ളവർ പങ്കെടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പശ്ചിമേഷ്യ അശാന്തമായി തന്നെ തുടരുന്ന ഒരു സാഹചര്യമാണുള്ളത്. പ്രത്യേകിച്ച് ദോഹയിലെ ഇന്ത്യൻ എംബസി ഓഫീസ് ഇന്ന് അടച്ചിടുമെന്ന് അറിയിച്ചിട്ടുണ്ട്. അടിയന്തര സേവനങ്ങൾക്ക് ഉദ്യോഗസ്ഥരെ ബന്ധപ്പെടാമെന്നൊരു അറിയിപ്പും വാർത്താക്കുറിപ്പിലൂടെ നൽകുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും വിവിധ എംബസികൾ മുഖാന്തരം ഇന്ത്യ മേഖലയിലെ സ്ഥിതിഗതികൾ നിരീക്ഷിച്ചു വരികയാണ്. ഇന്ത്യക്കാരുടെ സുരക്ഷ ഉറപ്പുവരുത്താനും അവരുടെ ജീവിതത്തിന് കാര്യമായ തടസ്സങ്ങൾ നേരിടുന്നില്ല എന്ന് ഉറപ്പുവരുത്താനുമുള്ള ശ്രമങ്ങളാണ് ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. സത്യ. ശരി വിഷ്ണു, എന്തായാലും സമാധാനത്തിനായുള്ള ഇടപെടൽ ഉണ്ടായിരിക്കുന്നു, മോദിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നു. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവുമായി നരേന്ദ്രമോദി സംസാരിച്ചു. സമാധാനം പുലരണം, അശാന്തിയുടെ സാഹചര്യം അത് മാറണം എന്നത് തന്നെയാണ് ഇന്ത്യയുടെ ആവശ്യം. അതിനുവേണ്ടി എന്തൊക്കെ ഇടപെടൽ വേണമോ അതൊക്കെ നടത്തുമെന്നൊരു ഉറപ്പ് നരേന്ദ്രമോദി പ്രധാനമന്ത്രിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുകയാണ്.